ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ വിരുന്ന് വന്നുകൊണ്ട് എൻ്റെ സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ. സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല, കൈമ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഇവിടുന്ന് കൂടുതൽ വീഡിയോസ് ചെയ്യാനും നിർവാഹമല്ല. അപ്പോൾ അധികമൊന്നും വീഡിയോസ് എൻ്റെ വരുന്നില്ല, ഷോർട്സ് മാത്രമാണല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, കർമ്മം കൊണ്ട് ഞാൻ മാഹിക്കാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മാഹി തന്നെയാണ് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മാഹിയെ പറ്റിയിട്ട് ഒരു 2 വാക്ക് എനിക്ക് പറയണമെന്ന് തോന്നി. മാഹിയെ പറ്റിയിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും തെറ്റായ കുറച്ച് ധാരണകളുണ്ട്. പല കാര്യത്തിനും അവിടെ വിലക്കുറവാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ മദ്യത്തിനും ബാക്കി ഇലക്ട്രിക് സാധനങ്ങൾക്കൊക്കെ അവിടെ വിലക്കുറവാണെങ്കിലും നല്ല നല്ല ഫുഡ് കിട്ടുന്നൊരു എന്താ പറയുക സ്ഥലം കൂടിയാണ് മാഹി. അത്തരത്തിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണെങ്കിലും കൂടിയിട്ട് മനുഷ്യന് നല്ല വിലയാണ്, പൊന്നിൻ്റെ വിലയാണ് മനുഷ്യന് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മാഹി. അപ്പോൾ ആ മാഹിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാഹി എന്ന് പറഞ്ഞാൽ അതൊരു അത്ര എന്താ പറയുക, കൂടുതൽ ഏരിയ ഉള്ള സ്ഥലമൊന്നുമല്ല മാഹി. പക്ഷേ മാഹി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളോട് പറയണ്ടേ, എല്ലാം കൊണ്ടും വ്യത്യസ്തമായ സ്ഥലമാണ് മാഹി. ആ മാഹിയിൽ അടുത്തടുത്ത പ്രദേശങ്ങളാണ് അഴിയൂർ, കുഞ്ഞിപ്പള്ളി, ചോമ്പാൽ, പിന്നെ മുക്കാളി എന്ന് വേണ്ട കുറച്ച് സ്ഥലം. പക്ഷെ നമ്മൾ അവിടെ ഉള്ളവരെല്ലാം പറയുന്നത് എന്താണ്, മാഹി എന്ന് തന്നെയാണ്. നമ്മൾ മുക്കാളിയിലോ അല്ലെങ്കിൽ അഴിയൂരോ ചുങ്കത്തോ എന്ന് പറയൂല, നമ്മൾ മാഹി എന്ന് തന്നെയാണ് പറയുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ മാഹി അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മാഹിയിലുള്ളവരാന്ന് പറയുമ്പോൾ മദ്യത്തിനടിമകളാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അത് തെറ്റാണ്. പുറത്തു നിന്ന് വരുന്നവരാണ് കൂടുതൽ അവിടെ മദ്യം വാങ്ങി പോകുന്നവർ കേട്ടോ. കാരണം എനിക്കറിയാവുന്ന, ഞാൻ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മാഹിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം. ഞാൻ അറിയുന്ന മറ്റു മതക്കാർ വരെ, നമ്മളെ മുസ്ലിംസിലൊന്നും ഇല്ല, നല്ല ഈമാനുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. മറ്റു മതക്കാർ വരെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എത്ര നല്ല മനുഷ്യന്മാരാണെന്നറിയോ അവിടെ ഉള്ളവർ. വേറെ തന്നെ ഒരു എന്താ പറയുക, നല്ല സ്വഭാവത്തിനുടമകളാണ് അവിടെ ഉള്ളവർ. അത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ അത്രയും സഹോദരിമാരെ പോലെ പെരുമാറുന്നവരുണ്ട് കേട്ടോ. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ട് എനിക്കവിടെ. അപ്പോൾ ഇന്നലെയും ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ലൈവ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിക്കണ്ടായി, നിങ്ങൾ മാഹിയിലുള്ളവരല്ലേ, നിങ്ങൾ അവിടെ എല്ലാത്തിനും വിലക്കുറവല്ലേ, അവിടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് 2 വാക്ക് പറയണമെന്ന് തോന്നി മാഹിയെക്കുറിച്ച്. കാരണം നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ നിന്നിട്ട് നോക്കുമ്പോൾ മാഹി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും കണ്ണൂർ ഭാഗങ്ങളിൽ കൂടുതൽ അക്രമ സംഭവങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യന്മാരുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് പറയാം. അവിടെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് പൊക്കി പറയുന്നതല്ല, ഞാനിപ്പോൾ എത്ര വർഷം ഞാൻ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. ഇത്രയും നല്ല മനുഷ്യന്മാരുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. പിന്നെ എടുത്ത് പറയാനുള്ളത്, മറ്റുള്ള സ്ഥലങ്ങളിൽ ഒക്കെ സ്ത്രീകൾ വീട്ടിലിരുന്ന്, ഞങ്ങളെ ഇതിലുള്ള ആൾക്കാർ തന്നെ എന്താ പറയുക, വീട്ടിലുള്ള ജോലി മാത്രം ചെയ്തിട്ട് മക്കളെ നോക്കിയിട്ട് മിണ്ടാണ്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടെത്താനും ജോലി ചെയ്യാനും താല്പര്യമുള്ള സ്ത്രീകളാണ് കൂടുതൽ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റിയാണ്. വെറുതെ കുത്തിരുന്നിട്ട് നിന്നുണ്ടെന്നുള്ളൊരു വിചാരമാണ് എനിക്കും. പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു നാട്ടുകാരാണ് അവിടെ ഉള്ളത്. എല്ലാം കൊണ്ടും സ്വർഗതുല്യമായ ഒരു സ്ഥലമാണ് മാഹി, അഴിയൂർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ജാതി മതഭേദമന്യേ നമ്മൾ പള്ളിപ്പെരുന്നാൾ സെൻറ്റ് തെരേസാസ് ചർച്ച് ഉണ്ട് മാഹിയിൽ. അപ്പോൾ അതിൽ ജാതിയെന്നോ മതമെന്നോ ഒന്നും ഭേദമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു എന്താ പറയുക പെരുന്നാളാണ്, പള്ളിപ്പെരുന്നാളാണ് മാഹിയിലുള്ളത് കേട്ടോ. സെൻറ്റ് തെരേസാസ് ചർച്ച് പള്ളിയിലുള്ള പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അവിടെ പോയിട്ട് അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുള്ളതാണ്. ഇനി ഇതും പറഞ്ഞിട്ട് നമ്മളെ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് വരണ്ട. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സഹോദരന്മാരെ പോലെ കാണുന്നതാണ് അവിടെ.
ചെറിയ ഒരു സ്ഥലമാണ് മാഹി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ളൊരു സ്ഥലം കൂടിയാണ് മാഹി. നല്ല ഭക്ഷണത്തിൻ്റെയും നല്ല മീനിൻ്റെയും ഒക്കെ നാടാണ് മാഹി. മാഹിയിൽ ഉള്ള എന്താ പറയുക, കടലിൽ നിന്നും മീൻ പിടിച്ചിട്ട് വിദേശത്തേക്ക് വരെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ അവിടെ കിട്ടും കേട്ടോ. നല്ല നല്ല നമ്മൾ എന്താ പറയുക, ഇതുവരെ രുചിച്ചറിയാത്ത പലമാതിരി പുഴമീനായാലും കടൽ മീനുകളായാലും എല്ലാം കിട്ടും. നല്ല ഫ്രഷോട് കൂടി തന്നെ നമുക്ക് മീനെല്ലാം അവിടെ കിട്ടും. അങ്ങനെ വേണ്ട നല്ല ഇപ്പോൾ ഹൈവേ എല്ലാം വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി സൗകര്യങ്ങൾ, എല്ലാ തരത്തിലും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്തിൽ എൻ്റെ മക്കൾക്കായി കഴിഞ്ഞാലും സ്കൂള്, മദ്രസ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഏരിയയിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത് കേട്ടോ. നല്ല ആൾക്കാർ തിങ്ങിക്കൂടിയ സ്ഥലങ്ങളിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. നല്ല ജനങ്ങളുള്ള നാടാണെന്ന് വീണ്ടും പറയുകയാണ്. പിന്നെ അവിടെ അറിയാത്തവരായിട്ട് വന്നിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉള്ളവർ അങ്ങനത്തെ ആൾക്കാരാണെന്ന് പൊതുവേ ഒരു തെറ്റായ ധാരണയുണ്ട്. അപ്പോൾ ആ തെറ്റായ ധാരണ അവിടെ കുറച്ചു കാലം നിന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എത്ര നല്ല മനുഷ്യരാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ അവിടെ നിൽക്കാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വർണ്ണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെല്ലാവരും ഒന്ന് മാഹി സന്ദർശിക്കുക. മാഹിയിൽ സന്ദർശിച്ചാൽ മാത്രം പോരാ, അവിടെയുള്ള ആളുകളുമായിട്ട് ഒന്ന് ഇടപഴകുക, അവിടെയുള്ള ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. അവിടെയുള്ള ബേക്കറി സാധനങ്ങളായിക്കോട്ടെ, ബാക്കിയുള്ള ഫാസ്റ്റ് ഫുഡ് തന്നെ ആയിക്കോട്ടെ, അവിടത്തേക്ക് ഷവർമ എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, എനിക്കെൻ്റെ വയറിന് പണി കിട്ടിയിട്ടുള്ളത്. കഴിച്ചിട്ട് വേറെ എന്താ പറയുക, വേണ്ടാത്ത ഇതിലല്ലേ നമ്മൾ നിരന്തരം കഴിക്കൂലേ, ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണം തോന്നുമല്ലോ. അങ്ങനെ ഞാൻ വെയിറ്റെല്ലാം അങ്ങ് കൂടി. നല്ല മിക്സ്ഡ് ജ്യൂസുകൾ, ഷവർമ്മകൾ, നല്ല വെറൈറ്റി ഫുഡുകൾ എന്ന് വേണ്ട പലമാതിരി ഫുഡ് ഐറ്റംസൊക്കെ ഉള്ള നാടാണ് മാഹി. നമ്മൾ എത്ര നിന്നാലും നമുക്ക് മടുപ്പുളവാക്കാത്ത ഒരു നാടാണ് മാഹി. മാഹിയിൽ തൊട്ടപ്പുറം തന്നെ നമ്മുടെ കുഞ്ഞിപ്പള്ളിയിൽ നല്ലൊരു മക്ബറയുണ്ട്. നല്ല ഒരു സിയാറത്ത് ചെയ്യാനുള്ള നല്ല എന്താ പറയുക, പേര് ഞാൻ മറന്നുപോയി. അവിടെ നമ്മുടെ മലപ്പുറത്തു നിന്നായാലും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അത് ഒട്ടനവധി പേര് അവിടെ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേണ്ട ക്രിസ്ത്യൻസിലായാലും ഹിന്ദുസിലായാലും മുസ്ലിംസിലായാലും ഒട്ടനവധി അറിയപ്പെടുന്ന ഒരു ചർച്ചുകളും അമ്പലങ്ങളും പള്ളികളും, കല്ലാപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളികളും പേരെടുത്ത് പറയുന്ന പള്ളികളൊക്കെ ഉള്ള നാടൊക്കെ തന്നെയാണ് മാഹി. അപ്പം അങ്ങനെ എല്ലാവർക്കും സുസ്വാഗതം. നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനും നല്ല ആൾക്കാരെ കാണാനും ഒക്കെ ആയിട്ട് നിങ്ങൾ മാഹിയിൽ വരൂ, മാഹിയെ തൊട്ടറിയൂ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. വെറുതെ പുറമേ നിന്നുകൊണ്ട് അഭിപ്രായം പറയല്ല. ആരും അങ്ങനെ അവിടെ അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരൊന്നും മാഹിയിലില്ല കേട്ടോ. എന്താ പറയുക, ലോല മനസ്സിൻ്റെ ഉടമകളാണ് മാഹിയിലുള്ളവർ. പിന്നെന്താ പറയുക, നല്ല ഹൃദയസ്പർശിയായ, എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല, കുഞ്ഞു മനസ്സുകളുള്ള കലാകാരുള്ള എം മുകുന്ദൻ എന്ന സാഹിത്യകാരനുള്ള നാടാണ് മാഹി. നല്ല പാർക്കുകളും നല്ല ബീച്ചുകളും കടലോരങ്ങളും പുഴകളും എല്ലാമുള്ള നാടാണ്. ഞാൻ പറഞ്ഞില്ല, കൊച്ചു സ്ഥലങ്ങളിൽ ഉള്ള കൊച്ചു ഒരു ഏരിയ ഉള്ള സ്ഥലമാണ് മാഹി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു സംഗതികളില്ല. അപ്പോൾ മാഹിയെ വർണ്ണിക്കാൻ വാക്കുകളില്ല. പിന്നെ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് അവിടെയുള്ള ആളായതുകൊണ്ട് എനിക്ക് അതിലേറെ വർണ്ണനയാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വർണ്ണിച്ച് പറയുന്നില്ല. നല്ല ആളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും വരാം നിങ്ങൾക്ക് മുമ്പിൽ നല്ല നല്ല മാഹിയെ കുറിച്ചിട്ടുള്ള വർണ്ണനകളുമായിട്ട്. ഓക്കെ, ബായ്.